സായിരാം. കൊച്ചു കൊച്ചു കഥകളിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബാലഗോപാലന്റെ കഥ പറഞ്ഞാലോ? ഈ ഒരിടത്തൊരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തില് ഒരമ്മയും മകനും. അവര് താമസിച്ചിരുന്നത് ഒരു കൊച്ചു കാട്ടിന്റെ അടുത്ത് ഒരു കൊച്ചു നദിയുടെ കരയിലായിരുന്നു. ആ കുട്ടിയുടെ അച്ഛൻ നേരത്തെ മരിച്ചു പോയിരുന്നു. അമ്മ മാത്രമേ കുട്ടിക്കുള്ളൂ. മോന് 5 വയസ്സാണ് പ്രായം. കൃഷ്ണൻ എന്നാണ് പേര്. അമ്മയ്ക്കൊരു പശുവുണ്ട്. ആ പശുവിന്റെ പാല് കറന്നെടുത്ത് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് അവര് ജീവിച്ചിരുന്നത്. അപ്പൊ ഈ കുഞ്ഞാണെങ്കിലോ അമ്മയുടെ കൂടെ അമ്മ പറയണതെല്ലാം കേട്ട് മിടുക്കനായിട്ട് നടക്കും. അമ്മ ഭയങ്കര കൃഷ്ണഭക്തയാണ്. അമ്മയുടെ വീട്ടില് ബാലഗോപാലന്റെ ഒരു പ്രതിമയുണ്ട്. പശുവിനെ ചാരി നിൽക്കുന്ന കൃഷ്ണന്റെ പ്രതിമ. അമ്മ പാല് കറന്നെടുത്ത് കാച്ചിയാല് ആദ്യം മോനെയും കൂടെ കൃഷ്ണനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി ബാലഗോപാലന്റെ മുമ്പില് പാല് നിവേദിക്കും. പിന്നെ തൈരുറച്ച് വെണ്ണയെല്ലാം എടുത്തു കഴിയുമ്പോ വെണ്ണയും ബാലഗോപാലന് കൊടുക്കും. അമ്മ പറയും, ഇത് ബാലഗോപാലൻ ആരാണെന്നറിയാമോ? നിന്റെ ജ്യേഷ്ഠനാണ്. മോൻ നല്ല പോലെ സ്നേഹിക്കണം, നല്ല പോലെ വിശ്വസിക്കണം. നമ്മൾ പറയുന്നതെല്ലാം ഭഗവാൻ കേൾക്കുന്നുണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട്. അപ്പൊ ആ രീതിയില് ഭഗവാന്റെ കൊച്ചു കൊച്ചു കഥകളും കുസൃതികളും ഒക്കെ അമ്മ ഈ കൃഷ്ണന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ കൃഷ്ണന് സ്കൂളിൽ പോകേണ്ട സമയമായി. അപ്പൊ സ്കൂളെന്ന് വെച്ചാല് നമ്മുടെ ഇന്നത്തെ സ്കൂൾ പോലെ വലിയ സ്കൂളൊന്നല്ല, ഗുരുകുലമാണ്. ഗുരുവിന്റെ വീട് തന്നെയാണ് സ്കൂളായിട്ട് ഇരിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് ചില കുട്ടികൾ അവിടെ താമസിക്കും, ചില കുട്ടികൾ പോയി വരും. അപ്പൊ അമ്മ ഈ കുഞ്ഞിനെ അവിടെ ഗുരുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അപ്പൊ അമ്മയും മോനും കൂടെ ഈ കാടുണ്ടല്ലോ, കൊച്ചു കാടാണ് കേട്ടോ, പക്ഷെ കുഞ്ഞിനത് വലിയ കാടായിട്ടാണ് തോന്നുക. എന്നാലും ആ കാട്ടിൽ കൂടെ നടന്ന് അപ്പുറത്ത് പോയി ഗുരുവിന്റെ വീട്ടിൽ ചെന്നിട്ട് ഗുരുവിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ മകനെ ഇവിടെ പഠിപ്പിക്കാനായിട്ട് ചേർക്കണേ ഗുരു എന്ന് പറഞ്ഞു. ശരി, ചേർക്കാമല്ലോ, അതിനെന്താ പ്രശ്നം? ഇവിടെ താമസിക്കുന്നുണ്ടോ? ഇല്ല, താമസിക്കുന്നില്ല, അവൻ ദിവസവും പോയി വരും എന്ന് പറഞ്ഞ് അമ്മ കുഞ്ഞിനെ അവിടെ ചേർത്തു. എന്നിട്ട് അന്നത്തെ ദിവസം മകനെ കൊണ്ട് തിരിച്ചു വന്നു. പിറ്റേ ദിവസം രാവിലെ നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഒരു കൃഷ്ണന് കാട്ടിന്റെ അവിടെ കൊണ്ടിട്ടു. മോനിനി ചെറിയൊരു ഒറ്റയടി പാതയുണ്ട്, അതിലേ നടന്നു പൊക്കോളൂ, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവന് സന്തോഷം, സ്കൂളിൽ പോകാൻ നല്ല സന്തോഷം. അവിടെ ഒരുപാട് കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു. അപ്പൊ എല്ലാവരും കൂട്ടുകാരൊക്കെ ഉണ്ടാവും, കളിക്കാം. അപ്പൊ അതിലേ കൂടെ ഇങ്ങനെ നടന്നു പോയി. പെട്ടെന്ന് എന്ത് പറ്റിയറിയോ? ഒരു കൊരങ്ങനുണ്ടടാ മുമ്പിൽ ചാടി വീണു. കുറച്ച് നോക്കിയപ്പോ ദൂരെ കൂടെ ഒരു കീരി ഓടിപ്പോണു, ഒരു കുറുക്കൻ ഓടിപ്പോണു. കുഞ്ഞു വേഗം തിരിച്ചോടി വീട്ടിലേക്ക് പോയി. പറഞ്ഞ, അമ്മേ ഞാൻ പോടില്ല സ്കൂളിൽ, എനിക്ക് പേടിയാവണു, എനിക്ക് കാട്ടിൽ കൂടെ സ്കൂളിൽ പോകാൻ വയ്യാന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പൊ അമ്മ മകനെ പിടിച്ച് മടിയിൽ ഇരുത്തിട്ട് പറഞ്ഞു, എന്തിനാ പേടിക്കുന്നത് മോനെ? ഇങ്ങോട്ട് വാ, ഞാൻ ബാലഗോപാലൻ എന്റെ ചേട്ടനാണെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? അങ്ങനെ പേടി തോന്നിയാല് ഗോപാലേട്ടാ എനിക്ക് കൂട്ടുവരൂ എന്ന് പറഞ്ഞ് വിളിച്ചാ പോരെ? ഭഗവാൻ വരും, കൃഷ്ണൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകും, ബാലഗോപാലൻ വരും, ഗോപാലേട്ടാ എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കുട്ടിക്കാണെങ്കിൽ അമ്മ പറയണ എല്ലാ കാര്യത്തിലും പൂർണ്ണ വിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തില് നമുക്ക് ഏറ്റവും വേണ്ട സൽഗുണം എന്താണെന്ന് അറിയാമോ? വിശ്വാസം. നമുക്ക് നമ്മില് വിശ്വാസം വേണം, നമ്മുടെ അച്ഛനമ്മമാരിൽ വിശ്വാസം വേണം, ഗുരുക്കന്മാരിൽ വിശ്വാസം വേണം, ഈശ്വരനിൽ വിശ്വാസം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തില് സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് ധൈര്യമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ നമ്മൾക്ക് എങ്ങനെയാ നമ്മൾ മുന്നോട്ട് പോവുക? വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ കുഞ്ഞിനാണെങ്കിൽ അമ്മ പറയണതൊക്കെ നല്ല വിശ്വാസമായി. അപ്പൊ അവന് ധൈര്യമായി. അവൻ പറഞ്ഞു, ശരി അമ്മ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് കാട്ടിലൂടെ അതിന് കുറച്ചു ദൂരം പോയപ്പോണ്ടടാ ഒരു കൊരങ്ങൻ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും താഴെ വന്നു. അപ്പൊ ഇവന് പേടിയായി. പറഞ്ഞു, ഗോപാലേട്ടാ ഒന്ന് വരൂ, എനിക്ക് പേടിയാവണു, എന്നെ ഒന്ന് സ്കൂളിൽ കൊണ്ടാക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചു. പെട്ടെന്ന് നോക്കിയപ്പോ ദൂരെ ഒരു മിന്നലാട്ടം. എന്താണെന്നറിയാമോ? ഒരു മഞ്ഞ പട്ടിന്റെ നിറം കണ്ടു. കൂട്ടത്തില് ഒരു ഓടക്കുഴലിന്റെ ശബ്ദവും കേട്ടു. അപ്പം കൃഷ്ണനറിയാം, കൃഷ്ണന്റെ വീട്ടില് ഉണ്ണിക്കണ്ണന്റെ കയ്യില്, ബാലഗോപാലന്റെ കയ്യില് ഒരു ഓടക്കുഴലുണ്ട്, മഞ്ഞപ്പെട്ടാണ് ഉടുത്തിരിക്കുന്നത്. അപ്പൊ പറഞ്ഞ, എന്റെ ഗോപാലേട്ടൻ ദാ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓടിക്കൊണ്ട് ഒരു നീല നിറത്തിലുള്ള സുന്ദരനായ ഒരു കുഞ്ഞ് നല്ല മയിൽപ്പീലിയൊക്കെ ചൂടി നല്ല ചിരിച്ച് മിടുക്കനായിട്ട് ഓടി വന്നു. എന്തിനാ പേടിക്കണേ? നമുക്ക് രണ്ടും കൂടെ കളിച്ചു പോവാട്ടോ, പേടിക്കണ്ട, നീ എന്നെ ഇങ്ങനെ വിളിച്ചാൽ മതി, ഞാൻ നിനക്ക് കൂട്ടുവരാം എന്ന് പറഞ്ഞ് രണ്ടാളും കൂടെ സന്തോഷമായിട്ട് കൈ പിടിച്ച് പാട്ടൊക്കെ പാടി കളിച്ചും ചിരിച്ചും എങ്ങനെയെങ്കിലും ഗുരുവിന്റെ ഭവനത്തിന്റെ അടുത്തെത്തി ആ
കാടിന്റെ അറ്റം വരെ ഗോപാലൻ പോയി കൂടെ. എന്നിട്ട് പറഞ്ഞു, ഇനി നീ പൊക്കോളൂ, പേടിക്കാനൊന്നുമില്ല, തിരിച്ചു പോകുമ്പോഴും നീ എന്നെ ഇങ്ങനെ വിളിച്ചാൽ മതി, ഞാൻ വരാം. ശരിയെന്ന് പറഞ്ഞ് സന്തോഷായി മോന്. അവൻ വേഗം പോയി പഠിച്ചു, എല്ലാം പഠിക്കാനൊക്കെ പഠിച്ചിട്ട് വൈകുന്നേരം 4 മണിയായപ്പം തിരിച്ചു പോകും. തിരിച്ചു പോകുമ്പോഴും ഇതുപോലെ കാട്ടിൽ കൂടെ പോകുമ്പോ ഗോപാലേട്ടാന്ന് വിളിക്കും. ഗോപാലേട്ടൻ ഓടി വരും. രണ്ടാളും കൂടെ കളിച്ചും ചിരിച്ചും അവന്റെ വീട്ടിന്റെ അറ്റത്ത്, കാടിന്റെ അറ്റത്തെത്തുമ്പോ പറഞ്ഞു, നീ പൊക്കോ, എനിക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടും. അപ്പൊ കുഞ്ഞ് സന്തോഷമായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ പറഞ്ഞു, അയ്യോ ഇന്ന് മിടുക്കനായിട്ട് കുട്ടൻ തിരിച്ചു വന്നല്ലോ, എന്താ ഉണ്ടായത് സ്കൂളില് എന്ന് വിവരങ്ങളൊക്കെ പറയൂ എന്ന് പറഞ്ഞു അമ്മ. അപ്പൊ പറഞ്ഞു, അമ്മ പറഞ്ഞതുപോലെ ഗോപാലേട്ടൻ എനിക്ക് കൂട്ടുവന്നു. അമ്മ പറഞ്ഞതുപോലെ തന്നെ മഞ്ഞപ്പൊട്ടെടുത്ത്, പിന്നെ പീലി ചുരുമുടി കെട്ടി, അതിനകത്തൊരു മയിൽപ്പീലി ചാത്തി, ഓടക്കുവിലൊക്കെ എനിക്ക് ഊതി കേൾപ്പിച്ചു വന്നു. ഓടക്കുവിലൊക്കെ പിടിച്ച് ഞങ്ങൾ രണ്ടാളും കൂടെ കളിച്ച് പോയി. തിരിച്ചു വന്നപ്പോഴും എന്നെ കൊണ്ടുവരാനായിട്ട് ഗോപാലേട്ടൻ ഓടി വന്നു എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ വിചാരിച്ചു, ഓ ഞാൻ പറഞ്ഞ കഥ അവൻ വിശ്വസിച്ചല്ലോ, സന്തോഷായി, അവന് അതുകൊണ്ട് പോയി വരുമല്ലോ. അമ്മയ്ക്ക് വിശ്വാസം, അമ്മയ്ക്ക് മകൻ വെറുതെ അവന്റെ ഭാവനയായിരിക്കുന്നാണ് വിചാരിക്കുന്നത്. ശരിയായിട്ട് ഗോപാലനെ കണ്ടോന്നൊന്നും അമ്മയ്ക്ക് അറിയില്ല. അമ്മ വിചാരിച്ചു, എന്തായാലും ഞാൻ പറഞ്ഞ സൂത്രം ഫലിച്ചു, അവൻ വിശ്വസിച്ചല്ലോ, നീ ഇപ്പൊ അവൻ മിടുക്കനായിട്ട് പൊയ്ക്കോളൂ എന്നാണ് അമ്മ കരുതിയത്. മനസ്സിലായില്ലേ? പക്ഷെ കുട്ടിക്ക് നേരിട്ട് ഗോപാലേട്ടന്റെ കൂടെ കളിക്കാനും വർത്തമാനം പറയാനും ഒക്കെ പറ്റുമായിരുന്നു. അങ്ങനെ കുറെ ദിവസവും ഈ മോൻ സന്തോഷമായിട്ട് കൃഷ്ണൻ അങ്ങനെ തുള്ളിച്ചാടി സ്കൂളിൽ പോവും, തിരിച്ചു അതുപോലെ തുള്ളിച്ചാടി വരും. ഭയങ്കര സന്തോഷം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗുരുവിന്റെ മകന്റെ പിറന്നാൾ വന്നു. പിറന്നാൾ വന്നപ്പോ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ, ഇവന് കൃഷ്ണന്റെ വീട്ടിൽ അച്ഛനില്ലല്ലോ, കുറച്ച് പണമേ ഉള്ളൂ, അവർക്ക് പൈസ ഒന്നും ഒരുപാടൊന്നുമില്ല. അപ്പൊ അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള പൈസയേ ഉള്ളൂ. അപ്പൊ ബാക്കി കുട്ടികളൊക്കെ പറഞ്ഞു, കൃഷ്ണ നാളെ പിറന്നാളല്ലേ, ഇവിടെയൊക്കെ നന്നായിട്ട് അലങ്കരിക്കും, പിന്നെ എല്ലാവരും സമ്മാനമൊക്കെ കൊണ്ടുവന്ന് ഗുരുവിന്റെ കുഞ്ഞിന് കൊടുക്കും, നീയും കൊണ്ടുവരില്ലേ സമ്മാനം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പോയി അമ്മയോട് പറയട്ടെ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. തിരിച്ചു വന്നിട്ട് അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ നാളെ സ്കൂളില് ഗുരുവിന്റെ മോന്റെ പിറന്നാളാണ്, എല്ലാവരും സമ്മാനം ഒക്കെ കൊണ്ടുവരും, അമ്മ എനിക്കും കൂടെ എന്തെങ്കിലും സമ്മാനം തന്നു വിടണേ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് സങ്കടമായി. എന്ത് സമ്മാനം? അവിടെയുള്ള നല്ല വീടുകളിൽ നിന്ന്, വലിയ വീടുകളിൽ നിന്ന് കുട്ടികളൊക്കെ നല്ല സമ്മാനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും. എന്റെ മോൻ അതിന്റെ ഇടയിൽ എന്താ കൊടുക്കുക? നമ്മൾ സാധുക്കളല്ലേ, പാവപ്പെട്ടവരല്ലേ, അപ്പൊ എന്താ കൊടുക്കുക? അപ്പൊ എങ്ങനെയാ ഈ മോനെ പറഞ്ഞ് സമാധാനിപ്പിക്കുക? അപ്പൊ ഗുരുവിനാണെങ്കിൽ കൃഷ്ണനൊന്നും കൊടുത്തില്ലെങ്കിലും ഒന്നും പരാതി ഒന്നും ഉണ്ടാവില്ല. ഗുരുവിനറിയാം അമ്മയും മോനും മാത്രമേ ഉള്ളൂ, അവർക്ക് പണമൊന്നുമില്ല, സാധുക്കളാണ് എന്നൊക്കെ അറിയാം. അതുകൊണ്ട് അമ്മ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, നാളെ പോകുമ്പോ ഗോപാലേട്ടാ എന്ന് വിളിക്കില്ലേ, അപ്പൊ ഗോപാലേട്ടനോട് പറയൂ, ഗോപാലേട്ടൻ നിനക്ക് സമ്മാനം തരും എന്ന് പറഞ്ഞു. കുഞ്ഞത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ സന്തോഷത്തോടുകൂടി പോയി. ഗോപാലേട്ടാ എന്ന് വിളിച്ചു. ഗോപാലേട്ടൻ ഓടി വന്നു. അപ്പൊ പറഞ്ഞു, ഗോപാലേട്ടാ ഇന്നൊരു ചെറിയ പ്രശ്നമുണ്ട് എനിക്ക്. എന്താണ് പ്രശ്നം? അതോ ഇന്ന് ഗുരുവിന്റെ മോന്റെ പിറന്നാളാണ്, എല്ലാവരും സമ്മാനം കൊടുക്കും, ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല, അമ്മയുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഗോപാലേട്ടൻ എനിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തരാമോ ഗുരുവിന് കൊടുക്കാൻ എന്ന് ചോദിച്ചു. പറഞ്ഞു, പിന്നെ എന്താ തരാമല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് കയ്യിൽ ഇങ്ങനെ തുറന്നപ്പോ ഒരു കുഞ്ഞു വെള്ളിച്ചെപ്പ്, കൊച്ചാനായിട്ടോ, ഒരു കുഞ്ഞു സിന്ദൂര ചെപ്പ് പോലെ ഒരു കൊച്ചു ചെപ്പ്, അതില് നിറച്ച് നെയ്യാണ്. ഇതുകൊണ്ട് കൊടുത്തോളൂ, സന്തോഷമാന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ കൊച്ചു കുഞ്ഞല്ലേ, അവന് ഇത് ചെറിയ ചെപ്പാണെന്നോ കുറച്ച് നെയ്യേ ഉള്ളൂന്നോ ഒന്നുമില്ല, അവന് സന്തോഷമായി. അവന് വിചാരിച്ച് സമ്മാനം കൊടുക്കാൻ എനിക്കും ഉണ്ടല്ലോ. ആ സന്തോഷത്തോടുകൂടി അവൻ പോയി ഗുരുവിന്റെ അവിടെ ചെന്നു. അപ്പൊ ഗുരു ആണെങ്കിൽ കൃഷ്ണനെ വിളിച്ചിട്ട് സമ്മാനമൊന്നും ഇല്ലെങ്കിൽ വിഷമം വരില്ലേ, അതുകൊണ്ട് കൃഷ്ണനോടൊന്നും പറയില്ല. പക്ഷെ എല്ലാ കുട്ടികളും സമ്മാനം കൊടുത്തു കഴിഞ്ഞപ്പോ കൃഷ്ണൻ പറഞ്ഞു, ഗുരു ഞാനും കൂടെ ഒരു സമ്മാനം കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു, പിന്നെ എന്താ, നീ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ഉണ്ട്, ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഓ ശരി എന്ന് പറഞ്ഞു. അപ്പൊ കൊണ്ടുവന്നപ്പം ഗുരു നോക്കിയപ്പോ എന്താണ്, ഒരു കുഞ്ഞി പാത്രത്തിൽ ഇത്തിരി നെയ്യ്, 1 സ്പൂൺ നെയ്യ് പോലും ഇല്ല. അപ്പൊ ഗുരു ഒന്നും പറഞ്ഞില്ല, കുട്ടികളാരും ഒന്നും പറഞ്ഞില്ല. ഗുരു പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, ഒരു ചെറിയ പാത്രം കൊണ്ടുവരൂ, നമുക്ക് ഈ നെയ്യ് അതിലൊഴിച്ചു വെച്ചിട്ട് കൃഷ്ണന്റെ പാത്രം തിരികെ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അമ്മ പോയിട്ടൊരു ചെറിയ പാത്രം എടുത്തിട്ട് വന്നു. അപ്പൊ ഗുരു അതിലേക്ക് ആ നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒഴിച്ചതും ആ പാത്രം നിറഞ്ഞു. പക്ഷെ കൃഷ്ണന്റെ പാത്രമല്ലേ കുഞ്ഞിച്ചെപ്പ്, അതിന് നിറച്ചു ബാക്കി നെയ്യുണ്ട്. അപ്പൊ ഗുരു പറഞ്ഞു, ഇതൊരു അത്ഭുതമാണല്ലോ. അപ്പൊ പറഞ്ഞു, വേറൊരു പാത്രം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വേറെ കുറച്ചുകൂടെ വലിയൊരു പാത്രം കൊണ്ടു. അതും നിറഞ്ഞു. പിന്നെയും കൃഷ്ണന്റെ പാത്രത്തിൽ നെയ്യ് ബാക്കിയുണ്ട്, അത് നിറച്ചുണ്ട്. വേറൊരു പാത്രം കൊണ്ടുവന്നു. അങ്ങനെ 4-5 വലിയ പാത്രങ്ങൾ നിറച്ച് നെയ്യായി. എന്നിട്ടും കൃഷ്ണന്റെ പാത്രത്തിൽ നെയ്യ് തീരുന്നില്ല, അത് നിറച്ച് നെയ്യുണ്ട്. അക്ഷയപാത്രം എന്ന് പറയില്ലേ, അക്ഷയപാത്രം അതുപോലെ.
അപ്പൊ ഗുരുവിന് തോന്നി ഇതിലെന്തോ ഒരു അത്ഭുതം ഉണ്ടല്ലോ, കുഞ്ഞിനോട് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു, മോനെ കൃഷ്ണ, ആരാണ് നിനക്ക് ഈ പാത്രം തന്നത് സമ്മാനമായിട്ട്? അമ്മയാണോ? അപ്പൊ അയ്യോ അമ്മയല്ല, അമ്മയടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാന് ഗോപാലേട്ടനോട് പറഞ്ഞു, ഗോപാലേട്ടനാണ് എനിക്ക് ഈ പാത്രം തന്നത് എന്ന് പറഞ്ഞു. ഗോപാലേട്ടനോ? നിനക്ക് അങ്ങനെ ഒരു ചേട്ടനുള്ളതായിട്ട് നിന്റെ അമ്മ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ അതാരാണ് എന്ന് ചോദിച്ചു. അയ്യോ ഗുരുവിന് അറിയില്ലേ, അതെന്റെ ബാലഗോപാലേട്ടനാണ്. എന്റെ വീട്ടിൽ വെച്ചിട്ട് അമ്മ ദിവസവും പാല് കൊടുക്കും, വെണ്ണ കൊടുക്കും. ആ ഗോപാലേട്ടനാണ് എന്നെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നത്. ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഗുരുവിന് മനസ്സിലായി. അപ്പൊ അവൻ എങ്ങനെ ഇരിക്കും കണ്ടാല്? അതോ ഗോപാലേട്ടനെ കണ്ടാ ഭയങ്കര ഭംഗിയാണ്, സുന്ദരനാണ്. കയ്യിലൊരു ഓടക്കയിലുണ്ടാവും, മഞ്ഞപ്പെട്ടാണ് ഉടുക്കുക, നല്ല തലയില് നല്ല ചുരുണ്ട മുടി, അത് നല്ല മയിൽപ്പീലിയൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. ഞങ്ങൾ രണ്ടാളും കൂടെ കളിച്ചും തിരിച്ചാണ് എല്ലാം വരികയെന്ന്. അപ്പൊ ഗുരുവിന് മനസ്സിലായി ഇത് ശ്രീകൃഷ്ണനാണല്ലോ, ശ്രീകൃഷ്ണൻ ഇവൻ ദിവസം കാണുന്നുവോ, ഇതെന്തൊരു അത്ഭുതമാണ്, ഭഗവാനെ ഇങ്ങനെ കാണാൻ കിട്ടും. അപ്പൊ ഗുരു ചോദിച്ചു, നീ എനിക്കൊന്ന് കാണിച്ചു തരാമോ നിന്റെ ഗോപാലേട്ടനെ? ആ പിന്നെന്താ, കാണിച്ചു തരാമല്ലോ, വരൂ എന്ന് പറഞ്ഞു. അപ്പൊ ഗുരുവും ഗുരുവിന്റെ പത്നിയും കൂടെയുള്ള കുട്ടികളും എല്ലാവരും കൂടെ കൃഷ്ണന്റെ കൂടെ ആ കാട്ടിന്റെ അറ്റത്തേക്ക് പോയി. കൃഷ്ണൻ വഴി കയറുമ്പം കൃഷ്ണൻ പറഞ്ഞു, ഗോപാലേട്ട ഒന്ന് ഓടി വരൂ, എന്റെ ഗുരുവിനെ ഒന്ന് കാണണമെന്ന് പറയണോ, ഒന്ന് ഓടി വരുമോ എന്ന് ചോദിക്കും. അപ്പം ഒരനക്കമില്ല, ആരും വരണമില്ല, ഒരനക്കവും ഇല്ല. പിന്നെയും കൃഷ്ണൻ വിളിച്ചു, ഗോപാലേട്ടാ വരൂ, നമുക്ക് തിരിച്ചു പോവണ്ടേ, എനിക്ക് തനിച്ചു പോവാൻ പറ്റില്ലല്ലോ, വരൂ എന്ന് പറഞ്ഞു. അപ്പോഴും ആരും ഒന്നും മിണ്ടുന്നില്ല, ആരും വരുന്നില്ല. അപ്പൊ കുട്ടികളൊക്കെ പറഞ്ഞു ഇവൻ കള്ളം പറയായിരിക്കും, ചുമ്മാ പറയണതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അപ്പൊ അവന് സങ്കടമായി കൃഷ്ണന്. കൃഷ്ണൻ പറഞ്ഞു, കണ്ടില്ലേ ഗോപാലേട്ടാ, എല്ലാരും എന്നെ കളിയാക്കണു, ഞാൻ കള്ളം പറഞ്ഞു എന്ന് പറയുന്നു, ഒന്ന് ഓടി വരൂ എന്ന് പറയും. അപ്പോഴ് ആരും വന്നില്ല. പക്ഷെ ഒരു ശബ്ദം കേട്ടു. അശരീരി എന്ന് പറയില്ലേ, ശരീരമില്ലാതെ ശബ്ദം മാത്രം കേട്ടത് എന്താണെന്ന് അറിയാമോ? കൃഷ്ണന്റെ ശബ്ദമാണ് കേട്ടത്. ഗോപാലേട്ടൻ പറയുന്നു, കൃഷ്ണ, നിനക്ക് എന്നോട് ദൃഢമായ വിശ്വാസമാണ്, നിഷ്കളങ്കമായ വിശ്വാസം, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടത്. പക്ഷെ ഇവർക്കാർക്കും എന്നോട് അങ്ങനെയുള്ള ദൃഢവിശ്വാസമില്ല, അതുകൊണ്ട് അവർക്കാർക്കും എന്നെ കാണാനുള്ള സമയം ആയിട്ടില്ല. നിന്റെ കൂടെ വന്നതുകൊണ്ടാണ് അവർക്ക് എന്റെ ശബ്ദം കേൾക്കാനെങ്കിലും സാധിച്ചത്. അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യാം, നിനക്കിപ്പോ കാര്യം മനസ്സിലായല്ലോ, അതുകൊണ്ട് നിനക്ക് ഇനി ഒരു ഭയവും വേണ്ട. ഞാൻ ഇനി ദിവസവും നിന്റെ കൂടെ വരില്ല, പക്ഷെ ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ധൈര്യമായിട്ട് കാട്ടിലൂടെ നടന്നു പോവുകയും വരികയും ചെയ്യണം. അപ്പൊ വലിയ കുട്ടിയായല്ലോ, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം ഗുരുവിന് മനസ്സിലായി ഈ കൃഷ്ണന് ഇത്രയധികം വിശ്വാസം, ഭഗവാനില് പൂർണ്ണമായ വിശ്വാസം, അമ്മയുടെ വാക്കുകളില് പൂർണ്ണമായ വിശ്വാസം. അങ്ങനെ ദൃഢമായ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കും ഈശ്വരൻ പ്രത്യക്ഷമാകും തീർച്ചയായിട്ടും. നമ്മൾ മനസ്സിന് നല്ല ശുദ്ധിയോടുകൂടി വളരെ വിശ്വാസത്തോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ച നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഭഗവാൻ ഏതെങ്കിലും ഒരു രീതിയിൽ പ്രത്യക്ഷമാവും. ചിലപ്പോ കൃഷ്ണനായിട്ട് അതേ വേഷത്തിൽ തന്നെ വന്നു എന്ന് വരില്ല, വേറൊരു വേഷത്തിലോ വേറൊരാളുടെ രൂപത്തിലോ വേറൊരു വിധത്തിലോ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാൻ, നിങ്ങൾക്ക് ധൈര്യം തരാൻ, നിങ്ങൾക്ക് കൂട്ടായിരിക്കാൻ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ആ ഒരു വിശ്വാസം, ദൃഢവിശ്വാസം നിങ്ങൾ കുട്ടിക്കാലം തൊട്ട് തന്നെ വളർത്തിയെടുക്കണം. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. നമ്മൾക്ക് നമ്മളുടെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, ആത്മവിശ്വാസം വെച്ചാൽ എന്താണ്? നമ്മളിൽ തന്നെയുള്ള വിശ്വാസം, എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് പേടിയൊന്നുമില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞിട്ട് ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള വിജയങ്ങളും ഉണ്ടാവും. അങ്ങനെ വിശ്വാസം ഉണ്ടാവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ ഇന്ന് കഥ നിർത്തുന്നു. അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും വരാം കേട്ടോ. സായിരാം.